ഈ ക്യാൻസർ എന്ന് പറയുന്ന ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അതായത് രണ്ട് കാര്യങ്ങളാണ്. ആന്തരികമായ കാര്യങ്ങളും ബാഹ്യമായ കാര്യങ്ങളും കൂടെ സംയോജിച്ച് വരുമ്പോഴാണ് ക്യാൻസറായിട്ട് പരിണമിക്കുന്നതെന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ഇപ്പം നിങ്ങൾക്കൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ആ ടെൻഡൻസിയെ ക്യാൻസറായിട്ട്, അതായത് ജനറ്റിക്കായിട്ടുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ പോലും അതിനെ ക്യാൻസറായിട്ട് പരിണമിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളില്ലെങ്കിൽ അതവിടെ കിടന്നോളും. പുക വലിക്കുന്നവർക്കെല്ലാം ക്യാൻസർ വരുന്നില്ലല്ലോ എന്ന് പറയും. പുക വലിക്കുന്നവർക്ക്, അതായത് ക്യാൻസർ അതിനെ സംബന്ധിച്ച് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഞങ്ങൾ ഒരു 80 വർഷമായിട്ട് അല്ലെ 70 വർഷമായിട്ട് പുക വലിക്കുന്നു, ഒരു ക്യാൻസറും വന്നില്ല. പക്ഷേ 10-35 വയസ്സ് പ്രായമുള്ള ഒരാൾ ക്യാൻസർ വന്ന് പുക വലിച്ചിട്ട് എന്ന് പറയുന്നതിൻ്റെ യുക്തി ഇതാണ്. അത് ടെൻഡൻസി ജനറ്റിക്കലായിട്ട് ചിലരിൽ ഈ ക്യാൻസറിൻ്റെ ജീനുകളൊക്കെ തന്നെ ആക്റ്റീവായിരിക്കാം. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്ത് അത് ക്യാൻസറായി പരിണമിക്കാൻ ആവശ്യമായ ചില കാറ്റലിസ്റ്റ് നമ്മൾ പറയുന്ന പോലെ ഉത്പ്രേരകങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയും. ആ സാധനങ്ങൾ വേണം, പുറത്തുനിന്ന് വേണം. അത് ജീവിതശൈലിയിലൂടെ ദുശ്ശീലങ്ങളിലൂടെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. അപ്പോൾ നമ്മൾ അതങ്ങ് ഒഴിവാക്കിയാൽ നമുക്കിങ്ങനെ ഇരുന്നോളും. ഇങ്ങനൊരു ടെൻഡൻസി ഇല്ലാത്ത ഒരാളിൽ നിങ്ങൾ എന്ത് കഴിച്ചാലും കുഴപ്പമില്ല, അയാൾ 80 വർഷം പുകവലിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ടെൻഡൻസി ഉള്ളതാർക്കാണോ ഇല്ലാത്തതാർക്കും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ റിസ്ക് എന്താ ഉള്ളത്? ആ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പറയുന്നത് എന്താ, നിങ്ങൾക്ക് കഴിയുന്ന, നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മുടെ ഈ പറയുന്ന ബാഹ്യമായ പരിസ്ഥിതിയെ സ്വാധീനിക്കാൻ മാത്രമേ പറ്റൂ. അതായത് ജീവിതശൈലിയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ചെത്തുന്ന രാസപദാർത്ഥങ്ങളെ നിയന്ത്രിക്കാനും നമുക്ക് സാധിക്കൂ. അത് ചെയ്യുക. അതാണ് ജീവിതശൈലി നിയന്ത്രണം എന്ന് പറയുന്നൊരു കാര്യം. അതാണ്. അപ്പോൾ ജീവിതശൈലി രോഗമാണ് ക്യാൻസർ എന്ന് പറയുന്നതിനും കാരണം അത് തന്നെയാണ്. ഈ ചില ജീവിതശൈലിയിലൂടെ, അപ്പം വെറുതെ ഇവിടെ മാത്രമല്ല, കേരളം മാത്രമല്ല, ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും പഠനം നടത്തിയിട്ട് ചില കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ശാസ്ത്രജ്ഞന്മാർ. ചില കാര്യങ്ങൾ ഇപ്പം 70 വർഷമായിട്ട് ഇപ്പോൾ പറയാം, പുകയില എന്ന് പറയുന്ന സാധനം ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഇറ്റ്സ് എ കാർസിനോജൻ, നോൺ കാർസിനോജനാണ്. നിങ്ങൾ നിരന്തരമായിട്ട് ഒരു പുക വലിച്ചാൽ ക്യാൻസർ വരും. ക്യാൻസർ വരാനുള്ള ടെൻഡൻസി ഉള്ളവർക്കാണ് ഉറപ്പായിട്ട് വരും. അപ്പോൾ ടെൻഡൻസി ഉള്ള ആരാണ്, ഓങ്കോജീൻ ആക്റ്റീവായിട്ട് കിടക്കുന്ന ആരാണ്, മ്യൂട്ടേഷൻ സംഭവിച്ചിട്ടുള്ള എവിടെയാണെന്നും അറിയാൻ വയ്യാത്തത് കൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ സേഫ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രണമുള്ള കാര്യങ്ങളെ നമ്മൾ നിയന്ത്രിക്കുക. ഉള്ളിലുള്ള നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജനറ്റിക് ഡിസ്പോസിഷൻ നമുക്കൊന്നും മാറ്റം വരുത്താൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് സേഫ്. അവിടെ മാത്രമേ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഈ പറയുന്ന ഈ ജീവിതശൈലിയും ജനിതകമായിട്ടുള്ള വ്യതിയാനം തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ ഒരു കാര്യം ശരിയാണ്, 30% ക്യാൻസറിൻ്റെ പ്രധാന കാരണം ഭക്ഷണം തന്നെയാണ്. നമ്മൾ 100 ക്യാൻസർ പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ 30 പേര് ഭക്ഷണം മൂലം ഉണ്ടായ ക്യാൻസർ ആയിരിക്കും. ഈ കൊഴുപ്പ് കൂടിയ ആഹാരം, നാരുകൾ കുറഞ്ഞ ഭക്ഷണം, രാസകങ്ങൾ കൂടിയ ഭക്ഷണം, എണ്ണ, ഉപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ കൂടിയ ഭക്ഷണം, ഇതൊക്കെ തന്നെ ക്യാൻസർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന, അതായത് ക്യാൻസർ നേരിട്ടുണ്ടാക്കുന്നതല്ല, ക്യാൻസർ ഉണ്ടാക്കാൻ സഹായിക്കുന്ന വസ്തുക്കളായിട്ടാണ് പറയുക. അതായത് എന്താ പറയുക, ഈ റിലേറ്റീവ് റിസ്ക് എന്ന് പറയും, ആപേക്ഷിക അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ജപ്പാൻ നടത്തിയിട്ടുള്ള ചില സ്റ്റഡി, ചൈന നടത്തിയിട്ടുള്ള സ്റ്റഡി, ഈ ഉപ്പ് അച്ചാറുകളൊക്കെ ഉപയോഗിക്കുന്നവരിലെ നടത്തിയിട്ടുള്ള ചില സ്റ്റഡി, ആമാശയ ക്യാൻസർ കൂടുതൽ കണ്ടിട്ടുള്ള ഇടയിലൊക്കെ അവരുടെ നടത്തിയിട്ടുള്ള, അതൊക്കെ സ്റ്റഡീഡാണ്. നമ്മളിപ്പം ഏതെങ്കിലും പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഈ അമിതമായ റെഡ് മീറ്റ് കഴിക്കുക, അമിതമായി കൊഴുപ്പ് കഴിക്കുക, അമിതമായിട്ടുള്ള ഈ നാരുകൾ കുറഞ്ഞ ഭക്ഷണം കഴിക്കുക, അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദഹന വ്യവസ്ഥയും നമ്മുടെ ഉള്ള ടോക്സിക് മെറ്റീരിയലിനെയൊക്കെ അത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ടാവും. അങ്ങനെ വരുമ്പം നമ്മുടെ നേരത്തെ പറഞ്ഞ ഫ്രീ റാഡിക്കൽ എന്നൊക്കെ പറയും, നമ്മുടെ ആൻറ്റി ഓക്സിഡൻറ്റും ഫ്രീ റാഡിക്കലും അറിയാമല്ലോ, ഓരോ സെല്ലിലും ഇങ്ങനെ എപ്പോഴും ഫ്രീ റാഡിക്കൽ വന്ന് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ നിരോധിക്കുന്നതാണ് ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആൻറ്റി ഓക്സിഡൻറ്റും ഫ്രീ റാഡിക്കലും നമ്മൾ യുദ്ധത്തിലാണ് എപ്പോഴും നമ്മുടെ കോശങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്രീ റാഡിക്കൽസിൻ്റെ എണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് ഈ പറഞ്ഞ ഫ്രൈഡ് ഫുഡ്സ് എല്ലാം തന്നെ, ജങ്ക് ഫുഡ്സ് എല്ലാം തന്നെ. അതാണ് അതിൻ്റെ ശാസ്ത്രം. ഇത് കൂടുതൽ കഴിക്കരുതെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ പരിസ്ഥിതിയെ ശരിക്കും പറഞ്ഞാൽ ഇത് അസന്തുലിതാവസ്ഥയിലേക്ക് മാറ്റും. ഫ്രീ റാഡിക്കൽസിൻ്റെ എണ്ണം കൂടും. അപ്പോൾ ക്യാൻസറിൻ്റെ വരാനുള്ള സാധ്യത, മ്യൂട്ടേഷൻ വരാനുള്ള സാധ്യത കൂടും. ഈ പൊണ്ണത്തടിയൊക്കെ അങ്ങനെയാണ് വരുന്നത്. പൊണ്ണത്തടി, അതുപോലെ കൊഴുപ്പ് കുറഞ്ഞ, ഈ വ്യായാമം ഇല്ലാത്ത ജീവിതം. മലയാളിക്ക് വന്നേക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കലോറിഫിക് വാല്യൂ കൂടിയിട്ടുള്ള ഭക്ഷണമായി നമ്മുടേത്. നമ്മൾ നേരത്തെ ഒരു 30 വർഷം കഴിച്ചിരുന്ന ഭക്ഷണമല്ലല്ലോ കഴിക്കുന്നത്. ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പൊറോട്ട കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഹോട്ട് ഡോഗ് കഴിക്കുമ്പോൾ, ഇത് പണ്ട് കഴിച്ചിരുന്ന ഭക്ഷണത്തിൽ എത്രയോ ഇരട്ടിയാണ് അതിൻ്റെ കലോറി. പക്ഷേ പണ്ട് നമ്മളെ സംബന്ധിച്ചാൽ നാട്ടിൻ പുറത്തുള്ള ഒരു അഗ്രേരിയൻ സൊസൈറ്റിയിൽ ഈ എനർജി നമുക്ക് ശരിക്കും പറഞ്ഞാൽ
പിന്നെ എന്താ പറയുക എക്സ്പെൻഡിച്ചർ നടത്താനുള്ള സംവിധാനം ഉണ്ടായിരുന്നു, ചിലവഴിക്കാനുള്ള സംവിധാനം. ഇതിപ്പോൾ അതില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ശരിക്കും ഈ നമ്മൾ IT ഫീൽഡിൽ എടുത്തോളൂ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഈ വൈറ്റ് കോളർ ജോബെല്ലാം എടുത്തോളൂ. അവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കഴിക്കുന്നു. അതിന് ആനുപാതികമായ എക്സസൈസ് ഇല്ല, വ്യായാമമില്ല. നമ്മൾക്ക് എനിക്ക് കാര്യമായിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല പറഞ്ഞു. നമുക്കൊരു എത്ര കലോറി വേണം ഒരു മനുഷ്യൻ? 1200 കലോറി വേണം മനുഷ്യൻ്റെ നിത്യജീവിതത്തിൻ്റെ കാര്യങ്ങളും. നമ്മൾ ശരാശരി മലയാളി 3000-3500 കലോറിയാണ് കഴിക്കുന്നത്. അപ്പോൾ പൊണ്ണത്തടി കൂടുന്നുണ്ട് നമുക്ക്. ഇത് മാത്രമല്ല, ക്യാൻസർ മാത്രമല്ലല്ലോ, ഇതിൻ്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്നതാണല്ലോ ഈ ഹാർട്ട് ഡിസീസ് വരുന്നു, രക്തക്കുഴൽ രോഗങ്ങൾ വരുന്നു, മറ്റു തരത്തിലുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് എല്ലാം വരികയാണ്. അല്ലാതെ ക്യാൻസർ മാത്രമല്ല, ക്യാൻസറിന് മാത്രമായിട്ടൊരു ഭക്ഷണശൈലിയില്ല. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത് എല്ലാം തന്നെ നമുക്ക് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതശൈലി കുറച്ചുകൂടെ കലോറി കുറഞ്ഞ ഭക്ഷണത്തിലേക്ക് നമ്മൾ മാറുകയും വ്യായാമം നമ്മൾ കൂട്ടുകയും വേണമെന്നുള്ള സംശയമില്ല. അതുപോലെ ഇലക്കറികൾ കഴിക്കുന്നില്ല നമ്മൾ. ഇലക്കറികൾ, മലക്കറികളെയൊക്കെ അളവ് കുറവാണ് ഫ്രൂട്ട്സ് കഴിക്കുന്നതിന് അളവ് കുറവാണ്. അപ്പോൾ ഇതൊക്കെ അതിന് പകരം നമ്മൾ ജങ്ക് ഫുഡ് ഒരുപാട് കഴിക്കുകയും ചെയ്യുന്നു. അത് നമുക്ക് രണ്ട് തരത്തിലാണ്. നാവിൻ്റെ രുചിക്ക് വേണ്ടിയാണോ ഭക്ഷണം കഴിക്കുന്നത്, ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കുന്നതിൽ ചോദ്യം വരുമ്പോൾ നമ്മുടെ ചോയ്സാണത്. നമുക്ക് ആരെയും കുറ്റം പറയാനില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് സ്വീകരിക്കാം. മാർക്കറ്റ് വളരെ ഫ്ലറിഷ്ഡ് ആണ് അല്ലേ, എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നമുക്കിത് വേണോ വേണ്ടയോ എന്നുള്ള തീരുമാനം, ത്യാജ്യഗ്രാഹി വിവേചന ബുദ്ധി എന്നൊക്കെ പറയുന്ന പോലെ ഏത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിനുള്ള അറിവ് കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. സോ ഇതാണ് കാര്യമെന്ന് പറയാം.